പനയമ്പാടത്ത് 4 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത അപകടത്തിൽ റോഡ് നിർമ്മാണത്തിൽ വലിയ പാകപ്പിഴകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന IIT റിപ്പോർട്ട് പുറത്ത്. മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി പാലക്കാട്ടെ IIT ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റോഡ് നിർമ്മാണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് IIT റിപ്പോർട്ട് പുറത്തുവരുന്നത്. അപകടം നടന്ന റോഡിൽ സ്റ്റോപ്പ് സൈറ്റ് അഥവാ മുന്നിൽ പോകുന്ന വാഹനത്തെ മനസ്സിലാക്കി നിർത്താനും വേഗം കുറയ്ക്കാനുമുള്ള കാഴ്ച ദൂരം വളരെ കുറവാണെന്നും ഓവർടോക്കിംഗ് സൈറ്റ് ദൂരം, അതായത് മറ്റൊരു വണ്ടിയെ മറികടക്കാൻ പാകത്തിന് വേണ്ട കാഴ്ച ദൂരവും കുറവാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. റോഡിൽ വേഗനിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. 70 കിലോമീറ്റർ വേഗത 30 കിലോമീറ്ററാക്കി ചുരുക്കണമെന്നും ഇത് വ്യക്തമാക്കുന്ന കട്ടികൂടിയ മാർക്കുകൾ റോഡിൽ വേണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പനയമ്പാടം സ്ഥിരം അപകട മേഖലയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റോഡിന് വണ്ടികൾ തെന്നി മാറുന്നത് ഒഴിവാക്കാൻ പാകത്തിന് സ്കിഡ് റെസിസ്റ്റൻ്റ് ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥിരം അപകട മേഖലയെന്ന് കണ്ടിട്ടും പനയമ്പാടത്ത് നടപ്പാക്കിയത് റോഡിലെ ഗ്രിപ്പിടൽ മാത്രമാണ്. 6 മാസം മുമ്പ് ഗ്രിപ്പിട്ടെങ്കിലും അതിൻ്റെ ഗുണം ലഭിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ദാരുണമായ അപകടം വ്യക്തമാക്കുന്നത്. ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വെക്കണം. വളവുകളിൽ വശം മാറി സഞ്ചരിക്കുന്നത് ഒഴിവാക്കാൻ ഡെലിനേറ്ററുകൾ സ്ഥാപിക്കണം. റോഡും അരികിലെ മണ്ണും തമ്മിൽ ഉയര വ്യത്യാസമുണ്ട്. ഇതിന് പരിഹാരം വേണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ.